കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരി വിരുദ്ധ ജാഥ ഗ്രേറ്റ് വാക്ക് എഗൻസ്റ്റ് ഡ്രഗ്സ് കൊച്ചിയിൽ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, UDF കൺവീനർ ഷിബു തെക്കുംപുറം ഉൾപ്പെടെയുള്ള നേതാക്കൾ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഒരു വലിയ യാത്രയിലാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഗ്രേറ്റ് വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് ഇപ്പോൾ കൊച്ചിയിൽ ഇന്ന് സമാപിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് യാത്ര ആരംഭിച്ച് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ അവസാനിക്കും. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ MP, മാത്യു കുഴൽനാടൻ, മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെയുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ ചേരുന്നു. ഒരു വലിയ ലഹരി സ്ഥലമാണ്. തീർച്ചയായിട്ടും കേരളം മുഴുവൻ ലഹരി മരുന്ന് മാഫിയയുടെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഇതിപ്പോ രമേശ്, എന്താണ് ഒരു ജനങ്ങളുടെ ഇമ്പാക്ട് എങ്ങനെയാണ്? കാരണം പല ജില്ലകളിൽ ഇത്തരത്തിൽ യാത്ര നടത്തുന്നു. ഈ യാത്ര ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാഷ്ട്രീയക്കാർ മാത്രമല്ല, എല്ലാവരും ഇതിൽ ഒരുമിച്ച് അണിനിരക്കുകയാണ്. കാരണം ഈ നാടിനെ ഏറ്റവും വലിയ ദുരന്തം ഇന്ന് ലഹരിയാണ്. ആ ലഹരിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്. ജീവിതമാണ് ലഹരി എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇത് 24 ന്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ SK നേതൃത്വത്തിൽ നടന്ന ആ യാത്ര ഞങ്ങൾക്ക് ശക്തി പകർന്നിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് അണിനിരക്കണം, നാടിനെ മോചിപ്പിക്കണം. ആ ദൗത്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ അടുത്ത ഘട്ടം കോളേജ് ക്യാമ്പസുകളെ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. 24 വലിയൊരു പോരാട്ടത്തിലാണ് ലഹരിക്കെതിരെ. 24 വലിയൊരു പോരാട്ടത്തിലാണ് ലഹരിക്കെതിരെ. ആ പോരാട്ടം തുടരും. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോരാട്ടം തുടരും. അത്തരത്തിൽ 24 ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ചും ഇപ്പോൾ രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ട ഒരു പരിപാടി നിലയിലാണ് ഇപ്പോൾ ഗ്രേറ്റ് വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന നിലയിൽ ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 13 ജില്ലകൾ പിന്നിട്ടു. ഇപ്പോൾ 14ാം ജില്ലയായി എറണാകുളത്ത് ഇപ്പോൾ അവസാനിക്കുകയാണ്. അതിനുശേഷം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും ഇത്തരത്തിൽ കോളേജുകളിലേക്കും എല്ലാം തന്നെ ഈ പരിപാടിയുടെ സന്ദേശം ഇത്തരത്തിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശമായി തന്നെ കടന്നു ചെല്ലാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ എന്ന നിലയിൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഇതിന്റെ അവസാനമാണ്. ദൃശ്യങ്ങൾ തന്നെ കാണാം. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. ജില്ലയിലെ ബെന്നി ബെഹനാൻ MP, അതോടൊപ്പം തന്നെ ഹൈബീഡ് MP ഉൾപ്പെടെയുള്ളവരിലൊക്കെ തന്നെയുണ്ട്. ഇതൊരു വലിയ സന്ദേശമായി തന്നെ മാറും. ഇതൊരു വലിയ സന്ദേശമാണ്. ഈ യാത്ര കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്കുള്ള യാത്രയാണ്. ആ മനസ്സിനെ ലഹരിക്ക് വിരുദ്ധമായ ഒരു നിലപാടെടുപ്പിക്കുക എന്ന ഒരു പ്രേരണ ശക്തി പകർന്നു കൊടുക്കുക എന്നതാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കാണുന്ന പങ്കാളിത്തം, വ്യത്യസ്ത തലത്തിലുള്ള ആളുകളുടെ പങ്കാളിത്തം, ശ്രീ രമേശ് ചെന്നിത്തല ഏറ്റെടുത്തിരിക്കുന്ന ഈ ഉദ്യമം വിജയിച്ചു എന്നതാണ് തോന്നുന്നത്. അത്തരത്തിൽ വലിയൊരു പങ്കാളിത്തത്തോടെ ഏതാണ്ട് 3000-ഓളം പേർ അണിനിരക്കുന്ന ഒരു ജാഥ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളും അതോടൊപ്പം സമൂഹത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരൊക്കെയുണ്ട്. എന്തായാലും ചലച്ചിത്ര മിയ വലിയൊരു സന്ദേശമാണ്. ഓൾവേസ് നമ്മളെല്ലാവരും പറയാറുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ക്യാമ്പയിനുകളിലൂടെ എല്ലാം പറയാറുള്ളൊരു കാര്യമാണ്, ഡ്രഗ്സിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എഗെയിൻ നമ്മൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ, അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഞാനും അതിന്റെ പാർട്ടാകുന്നു എന്നുള്ളതാണ്. ഈ യാത്ര ഇതിപ്പോൾ എറണാകുളം, നമുക്കറിയാം എറണാകുളം ഒരു ഹബ്ബാണ് ഈ ഒരു ലഹരിയുടെ. അപ്പോൾ എന്താണ് ഈ ഒരു സന്ദേശം? അല്ല, ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ആരംഭിച്ച സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് നിർണായകമായ ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. ക്യാമ്പസുകളുടെ അകത്ത് കുട്ടികളുടെ തന്നെ ഒരു ജാഗ്രതാ സമിതിയായിരുന്നു. അതിന് സംസ്ഥാന സർക്കാർ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പൊതുപ്രവർത്തകരായ ഞങ്ങളുടെ ജോലിയാണ്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ട്, അതിൻ്റെ എൻഫോഴ്സ്മെന്റ്, അതിൻ്റെ കണ്ണികളെ കണ്ടുപിടിക്കുക, അതിൻ്റെ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് ഇനിയും സർക്കാർ ക്രിയാത്മകമായി നടത്തേണ്ട ഇടപെടലാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ നോ എൻട്രി എന്ന് പറയുന്ന വലിയ സെലിബ്രിറ്റീസ് അടക്കമുള്ള വലിയ ക്യാമ്പയിൻസ് നമ്മൾ ക്യാമ്പസുകളിലും വലിയ CSR പദ്ധതികളും നമ്മൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം എൻഫോഴ്സ്മെന്റും കൂടി വന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകൂ. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് തന്നെയാണ് ഈ യാത്രയിൽ പങ്കെടുത്ത നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത്. യാത്ര ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ആരംഭിച്ച് ദർബാർ ഹാളിലേക്ക് അവസാനിക്കാനുള്ളൊരു യാത്രയിലാണ്. അതോടൊപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഏതാണ്ട് വലിയ ഒരു പങ്കാളിത്തം, 3000-ലധികം പേരുടെ പങ്കാളിത്തം, 3000-ഓളം പേരുടെ പങ്കാളിത്തം നമുക്കിതിൽ തന്നെ കാണാം. ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തെത്തി. നമുക്കറിയാം സമൂഹത്തിൽ വലിയ ആപത്തായി മാറാൻ
അല്ല, ഇത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ കഴിക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിനെ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഇപ്പൊ നടക്കാൻ പറ്റണണ്ട ഈ അവസ്ഥ ഇല്ലെങ്കിൽ നമ്മളെ കാര്യം പോയെന്നുള്ളതാണ്. ശരിക്കും ഡി അഡിക്ഷൻ സെന്റർ പോയി കണ്ടാൽ മതി ഒരു പ്രാവശ്യം. എല്ലാരും കൊണ്ടുപോയി പ്രദർശിപ്പിക്കുക എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഡി അഡിക്ഷൻ സെന്റർ ജീവിതമാണ്. ലഹരി ചീത്ത വാക്കല്ല, നല്ല വാക്കാണ് ലഹരി. സിനിമയാണ് എന്റെ ലഹരി, പാട്ടാണ് എന്റെ ലഹരി. ഇത് വിഷം. ജീവിതമാണ് ലഹരി എന്ന സന്ദേശം നൽകി തന്നെയാണ് ഈ യാത്ര ഇപ്പോൾ മുന്നേറുന്നത്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ യാത്രയിൽ പങ്കെടുത്തിപ്പോൾ കാൽനടയിൽ തന്നെ ഈ ജാഥ ഇപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പിന്നിടുന്നു. അല്പസമയത്തിന് ദർബാർ ഹാളിൽ ഇത് അവസാനിക്കും. എന്തായാലും വലിയ പങ്കാളിത്തം SKN എടുത്തു പറയേണ്ടതാണ് ഈ യാത്രയ്ക്കുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ അനുദിനം വാർത്തകൾ കാണുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഈ ലഹരി വ്യാപനം. അതിനെല്ലാം തന്നെ ഒരു സന്ദേശമായി തന്നെയാണ് ഈ ലഹരി വിരുദ്ധ യാത്ര ഇപ്പോൾ മുന്നേറുന്നത്. കോഴിക്കോട് നിന്ന് ആരംഭിച്ച യാത്ര ഇതിനു മുൻപ് എറണാകുളത്ത് മുമ്പ് ഇടുക്കി ജില്ലയിലായിരുന്നു സംഘടിപ്പിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ നേതാക്കളുടെ എല്ലാം തന്നെ ഈ ഓരോ പ്രതികൾ നമുക്കറിയാം. കാരണം ലഹരിക്കെതിരെ ഒരു യാത്രയുടെ ഭാഗമായി തന്നെ ഇപ്പം ചേർന്ന നിതിൻ അംബുജനാണ് രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗൻസ്റ്റ് ഡ്രഗ്സ്. അത് ആ പരിപാടിയാണ് ഇപ്പം ഷിബു തെക്കുംപുറം സംസാരിക്കുന്നത്. ഈ വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എല്ലാം മയക്കുമരുന്നിന്റെ പിടിയിലാകപ്പെട്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും കേരളത്തെ കോട്ട കെട്ടി സംരക്ഷിക്കുമെന്നുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് എറണാകുളത്ത് മയക്കുമെതിരെയുള്ള ഈ പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നത്. ഇത്തരത്തിൽ 1000-ലധികം ആളുകളുടെ ഒരു അണിനിരത്തിയുള്ള മയക്കുമരുന്നിലുള്ള പോരാട്ടത്തിൽ തന്നെയാണ് സമൂഹമുള്ളത്. അതിന്റെ ഭാഗമായി തന്നെ അതിന് കരുത്തു പകരുന്നതാണ് ഈ ലഹരി വിരുദ്ധ യാത്ര എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ ഒരു പങ്കാളിത്തം എന്തായാലും വിദ്യാർത്ഥികളുടെയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ വ്യത്യസ്ത ആളുകളുടെ എല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. എന്തായാലും യാത്ര ഇപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഹൗസ് പരിസരം പിന്നിട്ടിരിക്കുന്നു. അല്പസമയത്തിന് തന്നെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിതിൻ അംബുജനാണ് എറണാകുളത്ത് നിന്ന് ചേർന്നത്. രമേശ് ചെന്നിത്തല നയിക്കുന്ന ഗ്രേറ്റ് വാക്ക് എഗൻസ്റ്റ് ഡ്രഗ്സ് എന്ന് എറണാകുളത്ത് സമാപിക്കുകയാണ്. ഇനി അദ്ദേഹം ക്യാമ്പസിൽ ബോധവൽക്കരണവുമായി കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കേരളത്തിലെ ലഹരി വിരുദ്ധ പ്രസ്ഥാനത്തിന് ഈ ഗ്രേറ്റ് വാക്ക് എഗൻസ്റ്റ് ഡ്രഗ്സും സംഭാവന നൽകിയിട്ടുണ്ട് എന്നുള്ളത് സ്നേഹത്തോടെ നമ്മൾ സ്മരിക്കുന്നു. മാത്രമല്ല വളരെ ആത്മാർത്ഥതയോടെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അദ്ദേഹം പര്യടനം നടത്തിയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.